അപ്പോൾ നമ്മളെ വീട്ടിൽ BLOമാർ കൊണ്ട് തന്നിട്ടുള്ള എന്യൂമറേഷൻ ഫോം എങ്ങനെ പൂരിപ്പിക്കാം എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഈ ഫോമിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നിങ്ങളുടെ പേര്, വീട്ടുപേര്, ഫോട്ടോ, പിന്നെ വോട്ടർ ID-യിലെ ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ടാവും. ഫസ്റ്റ് കോളത്തിൽ വോട്ടറുടെ ജനനത്തീയതിയാണ് എഴുതേണ്ടത്. അത് നമുക്ക് ഐഡൻറ്റിറ്റി കാർഡിലോ ആധാർ കാർഡിലോ ഉള്ളത് എഴുതുക. ചില പ്രായമുള്ളവരുടെയൊക്കെ ഡേറ്റ് ഓഫ് ബർത്തിൽ ഡേറ്റും മന്തും കൊടുത്തിട്ടുണ്ടാവില്ല, ജനിച്ച വർഷം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആധാറിൽ നോക്കിയിട്ട് ആ ജനിച്ച വർഷം ഏതാണോ അതവിടെ എഴുതുക. പിന്നെ നെക്സ്റ്റ് കോളത്തിൽ ആധാർ നോക്കിയിട്ട് ആധാർ നമ്പർ എഴുതി ചേർക്കുക. പിന്നെ നെക്സ്റ്റ് കോളത്തിൽ മൊബൈൽ നമ്പർ എഴുതുക. പിന്നെ അടുത്ത കോളത്തിൽ പിതാവിൻ്റെ പേര്. പിന്നെ അടുത്ത കോളത്തിൽ വോട്ടറുടെ പിതാവിൻ്റെ എപ്പിക് നമ്പർ ലഭ്യമാണെങ്കിൽ എഴുതുക, അതായത് വോട്ടർ ID കാർഡ് നമ്പർ എഴുതുക. പിന്നെ നെക്സ്റ്റ് കോളത്തിൽ വോട്ടറുടെ മാതാവിൻ്റെ പേര് എഴുതുക. പിന്നെ അടുത്ത കോളത്തിൽ മാതാവിൻ്റെ എപ്പിക് നമ്പർ ലഭ്യമാണെങ്കിൽ എഴുതുക, അതായത് അവരുടെ വോട്ടർ ID കാർഡിൻ്റെ നമ്പർ, മാതാവിൻ്റെ വോട്ടർ ID കാർഡിൻ്റെ നമ്പർ എഴുതുക. ഇനി മാരീഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ പങ്കാളിയുടെ പേര് നെക്സ്റ്റ് കോളത്തിൽ എഴുതി കൊടുക്കുക. പിന്നെ പങ്കാളിയുടെ എപ്പിക് നമ്പർ, അതായത് വോട്ടർ ID കാർഡ് നമ്പറും അവിടെ എഴുതി കൊടുക്കുക. ഇലക്ഷൻ ID കാർഡിലൊക്കെ അധികം മലയാളത്തിലാണല്ലോ നമ്മളെ പേരും എല്ലാം എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ മലയാളത്തിൽ തന്നെ എഴുതാൻ ശ്രമിക്കുക. ഇനി വോട്ടർ 2002 വോട്ടർ പട്ടികയിൽ ഉണ്ടോ എന്ന് നോക്കുക. 2002 വോട്ടർ പട്ടികയിൽ ഉണ്ടോയെന്ന് നമുക്ക് തന്നെ പരിശോധിക്കാവുന്നതാണ്. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. ഗൂഗിളിൽ 2002 വോട്ടർ ലിസ്റ്റ് എന്ന് സെർച്ച് ചെയ്തിട്ട് അതിൽ ഡിസ്ട്രിക്റ്റും നമ്മൾ അന്ന് വോട്ട് ചെയ്ത മണ്ഡലവും അടിച്ചു കൊടുത്താൽ അന്നത്തെ വോട്ടർ ലിസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് വരുന്നതാണ്. വോട്ടർ 2002 വോട്ടർ പട്ടികയിൽ ഉള്ള ആളാണെങ്കിൽ താഴെ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്ന അവസാന SIRൻ്റെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട വോട്ടറുടെ വിശദാംശങ്ങൾ എന്നുള്ള കോളത്തിൽ ബാക്കി ഡീറ്റെയിൽസ് എഴുതാവുന്നതാണ്. ഇതിൽ ഫസ്റ്റ് കോളത്തിൽ വോട്ടറുടെ പേര്, അതായത് നിങ്ങളുടെ പേര് എഴുതുക, മലയാളത്തിൽ തന്നെ എഴുതുക. നെക്സ്റ്റ് എപ്പിക് നമ്പർ എഴുതുക, അതായത് 2002 വോട്ടർ ലിസ്റ്റിലെ എപ്പിക് നമ്പർ തന്നെ എഴുതണം. ഇത് നമുക്ക് 2002 വോട്ടർ ലിസ്റ്റ് പരിശോധിച്ചാലും കിട്ടും. പിന്നെ നമ്മുടെ BLOമാരോട് കോണ്ടാക്ട് ചെയ്താലും നമുക്ക് ലഭിക്കുന്നതാണ്. ഈ നെക്സ്റ്റ് കോളത്തിലായിട്ട് 2002 വോട്ടറുടെ ബന്ധുവിൻ്റെ പേരാണ് എഴുതേണ്ടത്. അതും 2002 വോട്ടർ പട്ടികയിൽ ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ ബന്ധം, അതും അതിലുള്ള പോലെ തന്നെ എഴുതുക. പിന്നെ ജില്ല, ഏത് ജില്ലയിലാണോ 2002 വോട്ട് ചെയ്തത് അത് എഴുതുക. പിന്നെ സംസ്ഥാനത്തിൻ്റെ പേര്, നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര്. നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര് ഒന്നുകൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ചിലപ്പോൾ 2002 നിയമസഭാ മണ്ഡലം ആയിരിക്കില്ല ഇപ്പോൾ നമുക്കുള്ളത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ച് തന്നെ എഴുതുക. പിന്നെ നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ, പിന്നെ ഭാഗം നമ്പർ എന്ന് പറഞ്ഞാൽ ബൂത്ത് നമ്പറാണ്. പിന്നെ ക്രമ നമ്പർ, അതായത് സീരിയൽ നമ്പർ. അതൊക്കെ അന്നത്തെ വോട്ടർ ലിസ്റ്റ് പരിശോധിച്ചാൽ ഇത് മൂന്നും നമുക്ക് കൃത്യമായി ലഭിക്കുന്നതാണ്. ഇനി 2002 വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവർ താഴെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന അവസാന SIRൽ പേര് നൽകിയിരിക്കുന്ന വോട്ടറുടെ ബന്ധുവിൻ്റെ വിശദാംശങ്ങൾ എന്നുള്ള കോളത്തിലാണ് ബാക്കി ഡീറ്റെയിൽസൊക്കെ ഫില്ല് ചെയ്യേണ്ടത്. ഇതിൽ ഫസ്റ്റ് കോളത്തിൽ പേര് എന്നുള്ളിടത്ത് ബന്ധുവിൻ്റെ പേരാണ് എഴുതേണ്ടത്. ബന്ധു രക്തബന്ധത്തിലുള്ള ബന്ധുവായിരിക്കണമെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അച്ഛൻ്റെയോ അമ്മയുടെയോ സഹോദരങ്ങളുടെയോ പേരായിരിക്കണം കൊടുക്കേണ്ടത്. 2002 വോട്ട് ചെയ്തിട്ടുള്ള നമ്മുടെ രക്തബന്ധത്തിലുള്ള, അതായത് നമ്മുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ സഹോദരങ്ങളുടെയോ 2002 വോട്ടർ പട്ടികയിലെ ഡീറ്റെയിൽസാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഉദാഹരണത്തിന് ബന്ധുവിൻ്റെ പേര് എന്നുള്ളിടത്ത് നമ്മുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ പേര് കൊടുക്കാം. എന്നിട്ട് 2002 വോട്ടർ ലിസ്റ്റിലെ എപ്പിക് നമ്പർ അവിടെ കൊടുക്കുക സെക്കൻഡ് കോളത്തിൽ. എന്നിട്ട് 2002 പട്ടികയിൽ ബന്ധുവിൻ്റെ പേരായിട്ട് അച്ഛൻ്റെ ബന്ധുവായിട്ട് ആരാണോ ഉള്ളത് അത് അവിടെ കൊടുക്കുക. ബന്ധം എന്താണ്,
അതും അന്നത്തെ 2002 വോട്ടർ പട്ടികയിലുണ്ടായിരിക്കും, അതും അവിടെ കൊടുക്കുക. പിന്നെ അച്ഛൻ വോട്ട് ചെയ്ത ജില്ല ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. പിന്നെ സംസ്ഥാനത്തിൻ്റെ പേര്, നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര്, അന്ന് വോട്ട് ചെയ്ത നിയമസഭാ മണ്ഡലത്തിൻ്റെ പേരും കൊടുക്കുക. പിന്നെ അന്നത്തെ നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ, ഭാഗം നമ്പർ, ക്രമ നമ്പർ, ഇതൊക്കെ 2002 വോട്ടർ ലിസ്റ്റ് പരിശോധിച്ച് കൃത്യമായി കൊടുക്കുക. 2002 വോട്ടർ പട്ടികയിൽ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ എഴുതിയാൽ മതി. ഇതിലെല്ലാവരും തെറ്റിക്കാൻ സാധ്യതയുള്ളത് വോട്ടറുടെ ബന്ധുവിൻ്റെ വിശദാംശങ്ങൾ എന്നുള്ളതിൽ പേരിന് നേരെയായിട്ട് എല്ലാവരും നമ്മുടെ പേര് എഴുതും. അതാണ് തെറ്റിക്കാൻ കൂടുതൽ സാധ്യതയുള്ളത്. അവിടെ ശരിക്കും എഴുതേണ്ടത് 2002 വോട്ട് ചെയ്ത വോട്ടറുടെ അടുത്ത ബന്ധുവിൻ്റെ പേരാണ്. അതായത് അമ്മ, അച്ഛൻ, സഹോദരങ്ങൾ, അവരുടെയൊക്കെ ആരുടെയെങ്കിലും പേരാണ് ഇവിടെ കൊടുക്കേണ്ടത്. അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ അവരുടെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം 2002 വോട്ടർ പട്ടികയിൽ എങ്ങനെയാണോ ഉള്ളത് അതേപോലെ എഴുതുക.